നമ്മൾ പടവലങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ആദ്യമായിട്ട് പടവലങ്ങ ഏത്തക്ക ഇതുപോലെ അരിഞ്ഞ്, പച്ച ഏത്തക്ക ഇതുപോലെ അരിഞ്ഞ് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് വേവിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ വാഴക്ക പടവലങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് വെന്ത് കഴിഞ്ഞു. ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണേൽ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീനിച്ചട്ടി ഇത് തന്നെ വെച്ച് ഇട്ടിട്ട് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കും. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി കുഴഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഒരു ഇച്ചിരി വെള്ളം ചേർത്തിരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു കടായി അടുപ്പത്ത് വെക്കുക, ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ വേപ്പില, അത് കഴിഞ്ഞ് ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകും വരെ വഴറ്റി സിമ്മിലിടുക. അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ വഴന്ന് കിട്ടാൻ നല്ലതാണ്. ചെറിയ ബ്രൗൺ കളറായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇച്ചിരിയുടെ ബ്രൗൺ കളറായിട്ട്. ഇതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന, ആ വേവിച്ച് വെച്ചിരിക്കുന്ന കായും പടവലങ്ങായും, പറഞ്ഞാൽ ഏത്തക്കായും പടവലങ്ങായും ഇടുക. നല്ലപോലെ ഇളക്കി കൊടുക്കും. നമ്മളിതുപോലെ ഇച്ചിരി കുഴഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ചേർത്തത്. അപ്പോൾ നമ്മുടെ ഏത്തക്ക പടവലങ്ങ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി ഇട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.